നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കേരള ഹിസ്റ്ററി 15 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ഒരു ടൈം ടേബിൾ പോലെ ഞാനൊരു ഷെഡ്യൂൾ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ PDF എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തു, ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഇന്ന് മൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ഇന്നലെ ഓൾറെഡി ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത്, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഓരോ ടോപ്പിക്കും വൃത്തിയായിട്ട് പഠിക്കുക. ഈ പറയുന്ന പോർഷൻ മാർത്താണ്ഡ വർമ്മയുടെ പോളിസീസും ബാക്കി അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി ആയിക്കോട്ടെ, ബാക്കി മാറ്റങ്ങൾ വരുത്തി ആയിക്കോട്ടെ, അതൊക്കെയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടു, നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം മാർത്താണ്ഡ വർമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അതിനകത്തുണ്ടായിരുന്നു. പിന്നെയും എല്ലാ വർഷങ്ങളും അത് ചോദിക്കുന്നുണ്ട്. സോ നന്നായിട്ട് മാർത്താണ്ഡ വർമ്മ പഠിച്ചിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും കേരള ഹിസ്റ്ററി ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ടൊന്ന് വായിക്കുക, അതിനുശേഷം ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എക്സ്ട്രാ പറയാനുള്ളത്, ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ 10 പേരെ ഉള്ളു അറ്റൻഡ് ചെയ്തതെങ്കിൽ പോലും ആ 10 പേരുടെ മാർക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരൊറ്റയാളാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാർക്കും കൂടെ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ, എനിക്കും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇട്ട് പോവല്ല, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് എനിക്കൂടെ ഫീൽ ചെയ്യണ്ടേ. അല്ലെങ്കിൽ ചുമ്മാ ഇട്ട് പോകുന്നു, അല്ലെങ്കിൽ കുറെ പേര് വന്ന് കണ്ടിട്ട് പോകുന്നു എന്നുള്ളൊരു ഫീലേ എനിക്കും വരത്തുള്ളൂ. അപ്പൊ താഴെ കമന്റ് ചെയ്യണേ മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മാർത്താണ്ഡ വർമാസ് പോളിസീസ് ഇൻ ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ മാർത്താണ്ഡ വർമ്മയുടെ പോളിസിയെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? 1, മാർത്താണ്ഡ വർമ്മ ഫോളോഡ് എ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ടു ക്രഷ് ദ ഫ്യൂഡൽ എലമെന്റ്സ് ആൻഡ് സ്ട്രെങ്തൻ റോയൽ അതോറിറ്റി. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ചോരയുടെയും ഇരുമ്പിന്റെയും നയം മാർത്താണ്ഡ വർമ്മ ആ ഒരു പോളിസി ഫോളോ ചെയ്തിരുന്നു. നമ്മുടെ അന്നത്തെ തിരുവിതാംകൂറിലെ ഫ്യൂഡൽ എലമെന്റ്സിനെ തുടച്ചു മാറ്റാനും റോയൽ അതോറിറ്റിയെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യിക്കാനും. 2, he improved the administrative system, reorganized the army and ensured economy in public expenditure. ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും അതുപോലെ അന്നത്തെ കാലത്തെ സൈനികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റീഓർഗനൈസ് ചെയ്യുകയും എക്കണോമി എൻഷുർ ചെയ്യുകയും ഒക്കെ ചെയ്തു പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ. 3, the Pillamar were merely banished from Travancore while their properties were left intact എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിള്ളമാർ, 8 വീട്ടിൽ പിള്ളമാരെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചതാണ്. അവരെ ബാനിഷ് ചെയ്യുകയും ട്രാവൻകൂറിൽ നിന്ന് അവരുടെ പ്രോപ്പർട്ടി ഇൻടാക്ട് ആക്കി ലെഫ്റ്റ് ചെയ്തു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ട് ആൻസർ എഴുതുക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, എലിമിനേഷൻ മെത്തേഡ് ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സപ്രഷൻ ഓഫ് ദ പിള്ളമാർ ബൈ മാർത്താണ്ഡ വർമ്മ. 8 വീട്ടിൽ പിള്ളമാരുടെ സപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ് ഏതാണ് ശരി? 1, പത്മനാഭൻ തമ്പി ആൻഡ് രാമൻ തമ്പി ക്ലെയിം ദ തൃപ്പാപ്പൂർ ത്രോൺ അക്കോർഡിംഗ് ടു പാട്രിലീനിയൽ സിസ്റ്റം. 2, മാർത്താണ്ഡ വർമ്മ ഡിഫീറ്റഡ് ദ മധുര നായക് ആർമി ഇൻ ബാറ്റിൽ ടു സെക്യൂർ ഹിസ് ത്രോൺ. 3, the rebellion of Pillamar and their allies was crushed by execution, banishment and confiscation of property. 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? അപ്പൊ ഇവിടെ ഓർക്കുക, റെബലിയൻ ഓഫ് ദി പിള്ളമാർ ആൻഡ് ദെയർ അലൈസ് വാസ് ക്രഷ്ഡ് ബൈ എക്സിക്യൂഷൻ, കൊന്നു, ബാനിഷ്മെന്റ് ആൻഡ് കോൺഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി. കുളം തോണ്ടി എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കുളം തോണ്ടി എന്നുള്ളൊരു സ്റ്റൈലി വന്നത് ഇതോടുകൂടിയിട്ടാണെന്ന്. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഓപ്ഷൻ എ 1ഉം 3ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1ഉം 2ഉം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. പാട്രിലീനിയൽ സിസ്റ്റം മനസ്സിലായല്ലോ? ഈ അച്ഛന്മാരായിട്ട് കൈമാറി പോകുന്ന പാട്രിയാർക്കൽ സിസ്റ്റം പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 3, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മാർത്താണ്ഡ വർമ്മ കൺസോളിഡേഷൻ ഓഫ് പവർ. 1, he sought external help from English East India Company and the Madurai Nayak to suppress feudal lords. 2, he reorganized the administration and strictly enforced discipline in the army. 3, after suppressing the Pillamar, he continued to face constant rebellion from the feudal lords. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1ഉം 2ഉം,
ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1ഉം 3ഉം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നമ്മൾ ഇത് പഠിച്ചതാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ട്, അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞവർക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്താൽ എളുപ്പമായിരിക്കും. Question number 4. Consider the following statement regarding the absorption of ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ പിടിച്ചെടുത്ത കാര്യമാണ്, കൂട്ടിച്ചേർത്ത കാര്യം. ഒന്ന്, the absorption of ആറ്റിങ്ങൽ was a military conquest with extensive bloodshed. 2, മാർത്താണ്ഡവർമ്മ assumed direct control to prevent ആറ്റിങ്ങൽ from entering independent treaties with foreign powers. 3, the absorption was an administrative action carried out under his legitimate power as a sovereign of വേണാട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? 1ഉം 2ഉം, 2ഉം 3ഉം, 1ഉം 3ഉം എല്ലാം ശരിയാണ്. 5. Consider the following statement regarding മാർത്താണ്ഡവർമ്മസ് വാർ അഗൈൻസ്റ്റ് ക്യുലോൺ. അത് കൊല്ലവുമായിട്ടുള്ള വാറാണ് ചോദിക്കുന്നത്. 1, ഉണ്ണി കേരളവർമ്മ allied with കായംകുളം by adopting a princess from there. 2, the Tripapur army under Dhalava Arumugam Pillai defeated Kollam and the Raja was imprisoned in Trivandrum. 3, the Dutch provided active and sincere military support to the Raja of Kollam against Travancore. ഇതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് എല്ലാ സ്റ്റേറ്റ്മെന്റും. ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1ഉം 3ഉം, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓരോ പോയിന്റും നമ്മൾ എടുത്തെടുത്ത് പഠിച്ചതാണ്. ചാനൽ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തവര് ജസ്റ്റ് നിങ്ങൾ ഒരു 5 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്, അതെടുത്ത് വെച്ചൊന്ന് നോക്കണേ. 5ഓ 6ഓ ദിവസം മുമ്പ്. 6, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കായംകുളം ക്യാമ്പയിൻ. 1, മാർത്താണ്ഡവർമ്മ പേഴ്സണലി ലീഡ് ദ ആർമി ദാറ്റ് ക്യാപ്ചർഡ് കൊല്ലം ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കായംകുളം രാജ. 2, the Raja of Kayangulam formed a confederacy with Cochin, Purakad and Vadakkungur to resist Travancore. 3, despite killing the Raja of Kayangulam, Marthandavarma was forced to retreat as Kollam continued resistance under the new Raja. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ്? 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 1ഉം 3ഉം ശരി, എല്ലാം ശരിയാണ്. 7, consider the following statement regarding എളയെടുത്ത് സ്വരൂപം. 1, after the death of its chief, മാർത്താണ്ഡവർമ്മ recognized the senior princess as the ruler. 2, the Dutch installed the exiled princess in എളയെടുത്ത് സ്വരൂപം to oppose മാർത്താണ്ഡവർമ്മ. 3, the Tripapur army defeated the combined force of എളയെടുത്ത് സ്വരൂപം and the Dutch annexing the territory. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 1ഉം 2ഉം, 2ഉം 3ഉം, 1ഉം 3ഉം എല്ലാം ശരിയാണ്. 8, consider the following statement regarding the Battle of കൊളച്ചൽ. കൊളച്ചൽ യുദ്ധമാണ്. It was fought on 10th August 1971 between Travancore and Dutch. 2, the Dutch captured Kalkulam and forced Marthandavarma to retreat. 3, Delanoy, a captured Dutch officer, later served in Travancore as വലിയ കപ്പിത്താൻ. എളുപ്പമാണ്. ആൻസർ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉം, 2ഉം 3ഉം, 1ഉം 2ഉം എല്ലാം ശരിയാണ്. 9, consider the following statement regarding മാർത്താണ്ഡവർമ്മ annexation and northern frontier policies. 1, annexation of കായംകുളം കൂട്ടിച്ചേർത്ത കാര്യമാണ്. കായംകുളം, അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ and Meenachil was largely accomplished without serious resistance from the state. 2, the Treaty of 1757 between Travancore and Cochin ensured Travancore support to Cochin against the Samorin and prevented the Cochin Raja from aiding the exiled northern princes. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? 1 മാത്രം, 2 മാത്രം, 1ഉം 2ഉം, 1ഉം 2ഉം തെറ്റാണ്. Last question. Consider the following statement regarding the rebellion in the northern frontier of Travancore. The exiled Raja of Ambalapuzha, Tekkungur, Vadakkungur sought the support of Cochin Raja to revolt against Travancore in 1754. 2, the Travancore army decisively defeated the Cochin forces at Ambalapuzha, capturing Idikkela Menon and annexing territories up to Arukkutti.
ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? ഇത് കറക്റ്റ് ആ പുസ്തകത്തിൽ ഉള്ളതുപോലെ തന്നെ ഇപ്പൊ PSC ചോദിക്കുന്നുണ്ട്. സോ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കഥ വായിക്കുന്ന കൂട്ടെങ്കിലും വായിച്ചു പോവാന്നുള്ളതേ ഉള്ളൂ. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി? അപ്പൊ നമുക്ക് ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ എ ആണ്, 1ഉം 2ഉം. ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻസർ എ ആണ്, 1ഉം 3ഉം. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ എ തന്നെയാണ്, 1ഉം 2ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ സി ബോത്ത് 1 and 2. അപ്പൊ 10ൽ 10 കിട്ടിയവര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം 10ൽ 8 കിട്ടിയവര് പഠിക്കുന്നില്ലെന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് ഡയറക്റ്റ് PSC ചോദിക്കുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. സോ അത് നന്നായിട്ട് പഠിച്ചേ പറ്റൂ. എല്ലാം പഠിക്കാനില്ലല്ലോ, നമുക്ക് തന്നിരിക്കുന്ന പോർഷൻസ് മാത്രം എടുത്തു വെച്ച് പഠിക്കുക. ആ പുസ്തകം വളരെ വലുതാണ്, എല്ലാം കൂടെ പഠിക്കണമെന്നൊന്നും പറ്റില്ല, അത് പ്രാക്ടിക്കൽ അല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ ബാക്കി പോർഷൻസ് ആണ്. അപ്പൊ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് ആ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റിന് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റ് അങ്ങ് ഫോളോ ചെയ്ത് പോവുക. 15 ദിവസം, 11 ദിവസം ടോപ്പിക്ക്, ബാക്കി 3 ദിവസം 4 ദിവസം എന്ന് പറയുന്നത് നമ്മൾ റിവിഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.